ഇന്നലെയും എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ നിന്നിറങ്ങിപ്പോയ വാർത്ത വലിയ ചർച്ചയായിരുന്നു. ഭാരതാംബ ചിത്രവിവാദത്തിൽ നിലപാട് കടുപ്പിക്കാൻ രാജ്ഭവൻ. ഭാരതാംബ രാജ്യത്തിന്റെ ഏകതയുടെ പ്രതീകമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് തുടരും. സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധങ്ങളെ അവഗണിക്കാനും തീരുമാനം. We cannot do away with Bharat Mata. Bharat Mata has to be in us always, all the time, all the seasons. Bad season or right season, good season. All these things at all the time, Bharat Mata is with us. And you all are students, you must have read the history. Bharat Mata was not born in 1947. It was not born when we adopted constitution. Bharat Mata is in existence for thousands and thousands of years. വിവരങ്ങളുമായി ശാലിനി വീണ്ടും ചേരുന്നു. ശാലിനി, നിലപാട് എന്താണോ അതിൽ തുടരാനാണ് രാജ്ഭവന്റെ തീരുമാനം, ഗവർണറുടെ തീരുമാനം. പ്രോട്ടോകോൾ ലംഘിച്ച മന്ത്രി ഭരണഘടന ലംഘിച്ചത് ഗവർണറാണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അതുകൊണ്ട് തന്നെ ഇനി മൈൻഡ് ചെയ്യാൻ മനസ്സില്ല നിങ്ങളുടെ പ്രതിഷേധങ്ങൾ എന്ന് പറയുകയാണോ രാജ്ഭവൻ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പല ഘട്ടങ്ങളിലും പ്രകോപനം ഉണ്ടാക്കിയിട്ടും പല വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒക്കെ വന്ന അന്നു മുതൽ സർക്കാരുമായൊരു സംയമനം, അല്ലെങ്കിൽ സർക്കാർ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു സംയമനം സ്വീകരിച്ചൊരു നിലപാടായിരുന്നു പുതിയ ഗവർണറായിട്ടുണ്ടായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കുണ്ടായിരുന്നത്. സർക്കാരുമായി പോരുന്നില്ല എന്ന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയ അപ്പോൾ തന്നെ പറഞ്ഞതുമാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനപരമായിട്ടുള്ള നടപടികൾ അത് സർക്കാർ ഗവർണർ പോരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച പല കാര്യങ്ങളും അതേപടി തന്നെ തുടരുന്നുണ്ട് പുതിയ ഗവർണറും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിയുടെ ഭാഗമായി രാജ്ഭവനിൽ എത്തുകയും ആ രാജ്ഭവനിൽ എത്തിയതാകട്ടെ ദേശീയഗാനത്തോട് അവഗണനയും ഒപ്പം തന്നെ അതിനെ അപമാനിച്ചുകൊണ്ടുമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി, ഗവർണറുടെ മുൻപിൽ തന്നെ നിലപാട് വ്യക്തമാക്കി ആ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തത്. അവിടെയും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും